ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 6ാമത്തെ ഞായറാഴ്ച നമ്മൾ എത്തിയിരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ള ധ്യാനത്തിന് ആധാരമായിട്ടുള്ള വിഷയം ബർത്തിമായി എന്ന കുരുടനായ മനുഷ്യന്റെ വിടുതലാണ്. മർക്കോസ് 10:46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ബർത്തിമായി എന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അംഗപരിമിതികളുള്ള ഒരു വ്യക്തിയാണ്. എങ്കിലും അദ്ദേഹം യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അവന്റെ ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരം കഴിവുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ സകല പരിമിതികളെ മറന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറയുവാണ്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്നു. അപ്പോൾ ഈ നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എല്ലാവരും പാർശ്വവൽക്കരിക്കപ്പെട്ട് റോഡിന്റെ സൈഡിൽ കിടന്ന ഒരു മനുഷ്യൻ, അവന് കാഴ്ചയില്ല, അവന് ഭിക്ഷാടനം ചെയ്യുന്ന മനുഷ്യനാണ്. എങ്കിലും അവന്റെ അറിവുകൾ അവന് അറിയാമെന്ന് യേശു ആശ്രയിച്ചാൽ, യേശുവിൽ വിളിച്ചാൽ അവന്റെ ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നവന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അത് അവന്റെ വിശ്വാസം എന്നത് അവന്റെ കുറവുകൾ അവന് മനസ്സിലാക്കുവാനും ആ കുറവുകൾ ആർക്ക് പരിഹരിക്കാൻ കഴിയുമെന്നും ആ പരിഹരിച്ച ആളിൽ എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നും അവന് അറിയുമായിരുന്നു. അത് സാധിച്ചപ്പോൾ ആ കുറവുകൾ അവന് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചപ്പോൾ അവൻ അവിടുന്ന് വിടുതൽ ലഭിക്കുകയാണ് ചെയ്തത്. അതാണ് അപ്പോൾ അവനോട് ചോദിക്കുന്നത്, നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മൾ ഒന്നുകൂടെ വിശകലനം ചെയ്യുമ്പോൾ നമ്മളെ നോൻപിന്റെ 36ാമത്തെ ദിവസത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തകൾ, നമ്മൾ അനേക വചനങ്ങൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തു. ഇതിന് തൊട്ടുമുമ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. അതായത് ശിഷ്യന്മാരുമായിട്ടുള്ള യാത്രയില്ല, ശിഷ്യന്മാരോട് പറയുകയും സ്വയം ഇത് മനസ്സിലാക്കുകയും ദിവസങ്ങൾ അടുത്ത് വരുന്നു എന്നുള്ളത്, പ്രചാരണത്തിന് ദിവസങ്ങൾ അടുത്ത് വരികയും ചെയ്യാൻ പോകുന്നതെല്ലാം മനസ്സിലത് ഉൾക്കൊള്ളുകയും മനസ്സിലത് മറ്റേ ശിഷ്യന്മാരോടൊക്കെ അവരെ വേണ്ട രീതിയിൽ അവരെ അതിന് പറഞ്ഞു മനസ്സിലാക്കി അവരെ മനസ്സുകൊണ്ട് ചെയ്യുന്ന സമയത്താണ് മനസ്സ് ചഞ്ചലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. എന്നിട്ടും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടപ്പോൾ അവിടെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ളൊരു ഇമ്പമേറിയ ഒരു സ്വരം അന്നേരം അത് പറയാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ഇതാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ശോധനകൾ ചെയ്യാം, നമ്മൾ ക്രമീകരിക്കാം. അപ്പോൾ നമുക്ക് ഏത് പ്രശ്നങ്ങൾ വന്നാലും, മറ്റൊരാൾക്കൊരു പ്രശ്നം വന്നാലും നമുക്ക് ഒരാളിനെ പോയിന്റ് ചെയ്യാൻ ഒരാളിപ്പോഴും ഉണ്ട് എന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമ്മൾക്കായിട്ട് ജീവിച്ചിരിക്കുന്നു. നമുക്ക് അത് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം കൊണ്ടും അത് കഴിയും. മറ്റുള്ളവർക്ക് മാതൃകയാക്കണം. ഈ ഒരു ഇൻസിഡന്റിനെ നമുക്ക് സമകാലിക ചിന്തകളും സമകാലിക സംഭവങ്ങളുമായിട്ടൊക്കെ നമുക്കൊന്ന് ചിലം ചെയ്ത് നോക്കുമ്പോൾ എത്രയോ പ്രസക്തമാണ്. അനേകര് പലവിധമായ ഭാരത്തിൽ കൂടെ കടന്നു പോകുന്നു, പലവിധമായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, പ്രശ്നത്തിൽ പെട്ടുപോകുന്നു. അതിൽ നിന്നൊക്കെ അവർക്ക് പലപ്പോഴും രക്ഷ പ്രാപിപ്പാനായിട്ട് ഒരു നേരായിട്ടുള്ള രീതിയിൽ ഒരു ഗൈഡൻസ് കൊടുക്കാനോ ഒരു നല്ലൊരു മാതൃക കാണുവാനോ അവർക്ക് കഴിയാത്തൊരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പലരും പല ഷോർട്ട് കട്ടുകൾ കാണുന്നു, പലരും ആശ്രയിക്കുന്നു, പലരും ജീവൻ കൊടുക്കുന്നു. അങ്ങനെ പലവിധമായ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കും പ്രയാസങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും നമ്മൾ അറിഞ്ഞതും മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യങ്ങളായി നമ്മളോട് പറയാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവർത്തികൾ കൊണ്ടും നമ്മുടെ എല്ലാം കൊണ്ടും നമ്മളൊരു സമൂഹത്തിൽ മാതൃകയായി ജീവിക്കാനായിട്ടുള്ള ഒരു കടപ്പെട്ടവരാണ്, ഉത്തരവാദപ്പെട്ടവരാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.